ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോക പ്രശസ്ത എഴുത്തുകാരൻ എബ്രഹാം വർഗീസ് രചിച്ച ദ കോവനന്റ് ഓഫ് വാട്ടർ എന്ന ബൃഹത്തായ നോവലാണ്. 1900 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിരിഞ്ഞ ഈ കഥ 3 തലമുറകളുടെ ജീവിതത്തിലൂടെയും അവർ നേരിടുന്ന വിചിത്രമായ ഒരു ശാപത്തിലൂടെയുമാണ് കടന്നുപോകുന്നത്. വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങളുള്ള ഈ കഥയുടെ ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായി നോക്കാം. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ വിവാഹത്തിനായി വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യത്തോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. തന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരു മകനുള്ള വിധവയായ ഒരാളെയാണ് അവൾ വിവാഹം കഴിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പറമ്പിൽ എന്ന വലിയ തറവാട്ടിലേക്കാണ് അവൾ വരുന്നത്. അവിടെ എത്തിയ അവൾ ആ വീടിൻ്റെ ഐശ്വര്യമായി മാറുന്നു. കാലക്രമേണ എല്ലാവരും അവളെ സ്നേഹത്തോടെ ബിഗ് അമ്മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ കുടുംബത്തിന് ഒരു വലിയ ശാപമുണ്ടായിരുന്നു. ഓരോ തലമുറയിലും ഒരാൾ വീതം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു എന്നതായിരുന്നു അത്. ഇതിനെ അവർ ദ കണ്ടീഷൻ എന്ന് വിളിച്ചു. ഈ ശാപം കാരണം അമ്മച്ചിയുടെ ഭർത്താവും മകനും വെള്ളത്തോട് അകലം പാലിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും അമ്മച്ചിക്ക് തൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി വെള്ളത്തിൽ മരിക്കുന്നത് വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്നു. എങ്കിലും തളരാതെ തൻ്റെ കുടുംബത്തെയും പറമ്പിലെ കൃഷിയെയും സംരക്ഷിക്കാൻ അവൾ ജീവിതകാലം മുഴുവൻ പോരാടുന്നു. ഇതേ സമയം തന്നെ സ്കോട്ട്ലൻഡിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന ഡിഗ്ബി എന്ന യുവ ഡോക്ടറുടെ കഥയും നോവലിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. ഒരു ശസ്ത്രക്രിയക്കിടെ പറ്റിയ അബദ്ധം കാരണം നാടുവിടേണ്ടി വന്ന ഡിഗ്ബി കേരളത്തിലെത്തുകയും പിന്നീട് കുഷ്ഠരോഗികൾക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലെ പല നഷ്ടങ്ങൾക്കും ശേഷം അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് അമ്മച്ചിയുടെ കുടുംബവുമായി അപ്രതീക്ഷിതമായി ബന്ധപ്പെടുന്നത്. ഈ 2 ജീവിതങ്ങളുടെ കൂട്ടിമുട്ടൽ കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. അമ്മച്ചിയുടെ ചെറുമകളായ മറിയാമ്മ ഒരു ഡോക്ടറായി മാറുന്നതോടെയാണ് കഥയുടെ അവസാന ഭാഗം തുടങ്ങുന്നത്. തൻ്റെ കുടുംബത്തെ വേട്ടയാടുന്ന ഈ വെള്ളത്തോടുള്ള ഭയം വെറുമൊരു വിശ്വാസമല്ലെന്നും അതിനു പിന്നിൽ മെഡിക്കൽ പരമായ ചില കാരണങ്ങൾ ഉണ്ടാകാമെന്നും അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. തൻ്റെ അമ്മാവൻ്റെയും പിതാവിൻ്റെയും മരണത്തിന് കാരണമായ ഈ രഹസ്യം കണ്ടെത്താൻ അവൾ തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നു. ഒടുവിൽ ഡിഗ്ബിയുടെ സഹായത്തോടെ അവൾ ആ സത്യം കണ്ടെത്തുന്നു. അതൊരു ജനിതക വൈകല്യമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നതോടെ വർഷങ്ങളായുള്ള ആ ശാപം അവസാനിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ ആഴവും പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധവും മാറുന്ന കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളും ഈ നോവൽ മനോഹരമായി വരച്ചു കാട്ടുന്നു. വെള്ളം ഒരു വശത്ത് മരണമാകുമ്പോൾ മറുവശത്ത് അത് ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി മാറുന്നു. സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് ശാപത്തെയും മറികടക്കാമെന്ന വലിയ സന്ദേശത്തോടെയാണ് ഈ കഥ അവസാനിക്കുന്നത്.